ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഭൗതിക സുഖ സന്തോഷങ്ങളുടേതായ ജലം നമ്മൾ എന്തുമാത്രം പാനം ചെയ്താലും വീണ്ടും നമുക്ക് ദാഹിക്കും. കാനാൻകാരി സ്ത്രീ 5 ഭർത്താക്കന്മാരുടെ കഴിഞ്ഞിട്ടും അവളുടെ ദാഹം ശമിച്ചില്ല. 6ാമതൊരുവന്റെ കൂടെ കഴിഞ്ഞിട്ടും വീണ്ടും ദാഹിക്കുകയാണ് ചെയ്തത്. ഈശോ പറയുന്നു, അവിടുത്തെ അടുക്കലേക്ക് എത്തി അവിടുന്ന് തരുന്ന ജലം നമ്മൾ സ്വീകരിച്ചാൽ, അത് പാനം ചെയ്താൽ വീണ്ടും നമുക്ക് ദാഹിക്കുകയില്ല. എപ്പോഴും സംതൃപ്തിയാണ്, സന്തോഷമാണ്. അത് മാത്രമല്ല, അങ്ങനെ വിശ്വസിച്ച് യേശുവിൻ്റെ ജലം പാനം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നും പറയുന്നു. കാനാൻകാരി സ്ത്രീ യേശുവിൽ നിന്ന് ജീവജലം പാനം ചെയ്തപ്പോൾ അവൾക്ക് സംതൃപ്തിയായി, സന്തോഷമായി. അവൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് ആ പ്രദേശത്തിലുള്ളവർ പോലും യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ക്രിസ്മസിനായി ഏറ്റവും അടുത്ത ഒരുക്കം നടത്തുമ്പോൾ നമ്മളും ചെയ്യേണ്ടത് അതുതന്നെയാണ്. യേശുവിൽ നിന്ന് ജീവജലം പാനം ചെയ്ത് സംതൃപ്തിയും സന്തോഷവും ആനന്ദവും അനുഭവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ കൂടെ യേശുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.